നമസ്കാരം, ഷെയർ മാർക്കറ്റ് മലയാളം ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ചെറിയൊരു റിക്കവറിക്ക് ശേഷം ദലാൽ സ്ട്രീറ്റിൽ വീണ്ടും ഒരു വലിയ രക്തച്ചൊരിച്ചിലാണ് നമ്മൾ ഇന്ന് കണ്ടത്. നിക്ഷേപകരുടെ 5 ലക്ഷം കോടിയിലധികം രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് വിപണിയിൽ നിന്നും ഇല്ലാതായത്. വമ്പൻ ഓഹരികളുടെ തകർച്ച, റിലയൻസ് അമേരിക്കയിൽ തുടങ്ങുന്ന പുതിയ മെഗാ പ്രോജക്റ്റ്, വ്യോമയാന മേഖലയിലെ വലിയ പ്രതിസന്ധികൾ, ഗ്യാസ് ക്ഷാമം കാരണം വിപണിയിലുണ്ടായ ചില പുതിയ മാറ്റങ്ങൾ എന്നിവയുൾപ്പെടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ നേരിട്ട് ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഓയിൽ റിഫൈനറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ജാംനഗർ, ഓപ്ഷൻ സി സൂററ്റ്, ഓപ്ഷൻ ഡി കൊച്ചി. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിലും ഈ ക്വിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ശരിയായ ഉത്തരം ക്ലിക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റ് തകർച്ചയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. സെൻസെക്സ് 1342 പോയിന്റുകൾ ഇടിഞ്ഞ് വലിയൊരു തകർച്ച രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി 50 വീണ്ടും 23,850ലേക്ക് പതിച്ചു. ഇന്നത്തെ ഒറ്റ ദിവസത്തെ വീഴ്ച കൊണ്ട് മാത്രം വിപണിയിലെ നിക്ഷേപകരുടെ 5.05 ലക്ഷം കോടി രൂപയുടെ സമ്പത്താണ് തുടച്ചു നീക്കപ്പെട്ടത്. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നിക്ഷേപകർ തുടർച്ചയായി പണം പിൻവലിക്കുന്നതാണ് പ്രധാന കാരണം. ഈ പാനിക് സെല്ലിംഗിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന മറ്റൊരു ഡേറ്റ കൂടിയുണ്ട്. TCS, IRCTC, ടാറ്റ ടെക്നോളജീസ് എന്നിവയുൾപ്പെടെ ഏകദേശം 133 വമ്പൻ ഓഹരികളാണ് ഇന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയത്. വിപണിയിൽ അടിസ്ഥാനപരമായി മികച്ച ഓഹരികൾ പോലും ഇപ്പോൾ വലിയ സെല്ലിംഗ് പ്രഷർ നേരിടുകയാണ്. ഈ വിപണി തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം ഇറാൻ യുദ്ധം ക്രൂഡ് ഓയിൽ വിപണിയെ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു പല ഇൻഡസ്ട്രികളെയും ബാധിക്കുന്നു എന്നതാണ്. ഓയിൽ, ഗ്യാസ് എന്നിവയ്ക്കു പുറമെ കെമിക്കൽസ്, പ്ലാസ്റ്റിക്, പാക്കേജിംഗ് തുടങ്ങിയ പല സെക്ടറുകളിലും അസംസ്കൃത വസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണ്. ഇത് കമ്പനികളുടെ ലാഭക്ഷമതയെ വലിയ രീതിയിൽ ബാധിക്കും എന്ന ഭയമാണ് നിക്ഷേപകരെ പിന്തിരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് വളം നിർമ്മാണ മേഖലയെ ഇതെങ്ങനെ ബാധിച്ചുവെന്ന് നോക്കാം. ഇറാനിൽ നിന്നുള്ള LNG വിതരണം നിലച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ പ്രമുഖ യൂറിയ നിർമ്മാതാക്കൾ തങ്ങളുടെ പ്ലാന്റുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത് കർഷകരെയും ഇന്ത്യയുടെ കാർഷിക മേഖലയെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വാർത്തയാണ്. ഫെർട്ടിലൈസർ ഓഹരികളിൽ ഇത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എന്നാൽ ക്രൂഡ് ഓയിൽ വിപണിയിൽ നിന്നും പോസിറ്റീവായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കുതിച്ചുയരുന്ന എണ്ണവില നിയന്ത്രിക്കാൻ ഇന്റർനാഷണൽ എനർജി ഏജൻസി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടപെടലിന് തയ്യാറെടുക്കുകയാണ്. തങ്ങളുടെ സ്ട്രാറ്റജിക് റിസർവുകളിൽ നിന്നും വലിയൊരളവിൽ എണ്ണ വിപണിയിലേക്ക് ഇറക്കാനാണ് അവർ പദ്ധതിയിടുന്നത്. ഇതിന് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയൊരു തിരുത്തൽ വരാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരിക്കും. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ വാർത്തകൾ മാത്രമാണ്. നടക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നുള്ള വമ്പൻ വാർത്തകളിലേക്ക് കടക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നൊരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ നിക്ഷേപത്തോടുകൂടി അമേരിക്കയിൽ ഒരു പുതിയ ഓയിൽ റിഫൈനറി ആരംഭിക്കാൻ പോവുകയാണ്. ഇതുകൂടാതെ ഇന്ത്യയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന LPG ഗ്യാസ് പ്രതിസന്ധി പരിഹരിക്കാനും റിലയൻസ് വലിയൊരു ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ട്. ജാംനഗർ റിഫൈനറിയിലെ LPG ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കാനും തങ്ങളുടെ KG D6 ബ്ലോക്കിൽ നിന്നുള്ള ഗ്യാസ് മുൻഗണനാ സെക്ടറുകളിലേക്ക് തിരിച്ചുവിടാനും കമ്പനി തീരുമാനിച്ചു. സർക്കാർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് റിലയൻസിന്റെ ഈ നീക്കം. ഇത് ഗാർഹിക ഉപഭോക്താക്കൾക്കും സിറ്റി ഗ്യാസ് കമ്പനികൾക്കും വലിയൊരു ആശ്വാസം നൽകും. ഗ്യാസ് ക്ഷാമം വിപണിയിലുണ്ടായ ഒരു കൗതുകകരമായ മറ്റൊരു മാറ്റം കൂടി പറയാം. വീടുകളിൽ കുക്കിംഗ് ഗ്യാസ് ലഭിക്കാതായതോടെ ആളുകൾ വലിയ തോതിൽ ഇൻഡക്ഷൻ കുക്ക്ടോപ്പുകൾ വാങ്ങാൻ തുടങ്ങി. സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ് തുടങ്ങിയ ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ പ്രധാന നഗരങ്ങളിലെല്ലാം ഇൻഡക്ഷൻ കുക്ക്ടോപ്പുകൾ പൂർണ്ണമായും സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് കമ്പനികൾക്ക് ഇതൊരു അപ്രതീക്ഷിത ലോട്ടറിയായി മാറിയിരിക്കുകയാണ്. ഇത്തരം ട്രെൻഡുകൾ നിക്ഷേപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി വ്യോമയാന സെക്ടറിൽ നിന്നുള്ള വളരെ നിർണായകമായ 2 വാർത്തകൾ നോക്കാം. ഇൻഡിഗോ എയർലൈൻസിന്റെ CEO തന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ വലിയ തോതിൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് കമ്പനി വലിയ പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ഈ രാജി. ഇതിനൊപ്പം തന്നെ എയർ ഇന്ത്യ യാത്രക്കാർക്കൊരു തിരിച്ചടി നൽകിക്കൊണ്ട് തങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. യുദ്ധം കാരണം ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ അഥവാ ATFന്റെ വില കുതിച്ചുയർന്നതാണ് ഇന്ധന സർചാർജ് വർദ്ധിപ്പിക്കാൻ എയർ ഇന്ത്യയെ നിർബന്ധിതരാക്കിയത്.
ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഓയിൽ റിഫൈനറി ഗുജറാത്തിലെ ജാംനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ശരി ഉത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മാർക്കറ്റിലെ ഈ വലിയ വീഴ്ചയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.